രാത്രിയിൽ വീട്ടിലെത്തുമ്പോൾ ഭാര്യയ്ക്കൊപ്പം മറ്റൊരാളെ കണ്ടാൽ ഒരു ഭർത്താവിനും അത് സഹിക്കാൻ കഴിയില്ല. തിരുവനന്തപുരം വള്ളുവിള സ്വദേശി ഷമീർ രാത്രി വീട്ടിലെത്തിയപ്പോൾ അവിടെ അപരിചിതനായ ഒരാൾ. പിന്നാലെ ഭാര്യ ജെനീഫയുടെ സുഹൃത്തായ അസീമുമായി വാക്കേറ്റവും സംഘർഷവും. അതിനിടെ അസീമിന്റെ തലയ്ക്ക് അടിയേറ്റു. അസീം മരിച്ചെന്ന് സംശയിച്ച് ഷമീറും ഭാര്യ ജെനീഫയും ചേർന്ന് സ്കൂട്ടറിന്റെ നടുക്കിരുത്തി ആളൊഴിഞ്ഞ ഭാഗത്ത് ഉപേക്ഷിച്ചു. ആദ്യം അപകട മരണമെന്നാണ് കരുതിയത്. പിന്നീടാണ് രാത്രിയിൽ ആ വീട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പോലീസ് അറിയുന്നത്. ഒടുവിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തിയതോടെ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്കവിള ഒറ്റപ്പാവിള റോഡിൽ പനങ്കാലയ്ക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 12:45 തലയ്ക്ക് സാരമായി പരിക്കേറ്റ നിലയിൽ അസീമിനെ വഴിയാത്രക്കാർ കണ്ടത്. ഇവർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ആദ്യം പാറശാല താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും അടുത്ത ദിവസം രാവിലെ അസീം മരണത്തിന് കീഴടങ്ങി. പൊഴിയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അപകട മരണമായി മാറുമായിരുന്ന സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. അസീമിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന വേളയിൽ അർദ്ധബോധാവസ്ഥയിൽ ഷമീർ, ജെനീഫ എന്നീ പേരുകൾ പറഞ്ഞതായി മെഡിക്കൽ സ്റ്റോർ ഉടമ പോലീസിന് മൊഴി നൽകിയിരുന്നു. സ്ഥലത്ത് അപകടം നടന്നതിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാതിരുന്നതും കൂടുതൽ സംശയത്തിന് കാരണമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതിമാർ പിടിയിലായത്. അസീമിനെ കൊലപ്പെടുത്തിയ ശേഷം അപകട മരണമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവരുടെ ശ്രമമെന്ന് പോലീസ് പറഞ്ഞു. മാങ്കുഴിയിലുള്ള സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ജെനീഫയും കൊല്ലങ്കോടുള്ള ഇറച്ചിക്കോഴി വിൽപ്പന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന അസീമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രി അവിചാരിതമായി ഭാര്യ വീട്ടിൽ എത്തിയ ഷമീർ അസീമിനെ കാണുകയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഷമീർ അസീമിനെ തടിക്കഷ്ണം കൊണ്ട് തലയ്ക്കടിച്ചു. അസീം മരിച്ചെന്ന് സംശയിച്ച് ജെനീഫയും ഷമീറും ചേർന്ന് സ്കൂട്ടറിന്റെ നടുക്കിരുത്തി പനങ്കാലയിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. അസീമിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് രാത്രി ഇയാൾ ജെനീഫയുടെ വീട്ടിൽ പോയിരുന്നതായി വിവരം ലഭിച്ചതോടെയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര.